ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു ആത്മോപദേശ ശതകത്തിൽ ഈ അഹത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച് വളരെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യം നമ്മളോട് സൂചിപ്പിക്കുകയാണ്. എന്താണ്? അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹം എന്ന് അറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവ് ഇതിനെ ഇങ്ങനെ ആർക്കും ഓതിയിടേണം. അപ്പോൾ ഗുരു പറയുന്നത് വളരെ വ്യക്തമാണ്. അഹം, ഞാനെന്ന് പറയുന്നത് ഒരിക്കലും അന്ധകാരമല്ല. അന്ധകാരമായിരുന്നുവെങ്കിൽ ഞാനെന്ന് അറിയാതെ ഇരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് അറിവ് തന്നെയാണ് ഞാൻ എന്ന് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഓതിക്കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ഞാൻ എന്നുള്ളത് ഇരുളല്ല. ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ സാധാരണ വ്യവഹാരത്തിൽ നമ്മളതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ ജീവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ വ്യവഹരിക്കാറുണ്ട്. അത് ആണ് ഇവിടെ ഗുരു പറയുന്നത് അന്ധകാരം, അറിവ് അല്ല, അല്ലേ? അഹം അന്ധകാരമല്ല, ഞാൻ ഈ ഇരുട്ടല്ല, ഇത് ഇരുട്ടാണ്. ഏത്? ഞാൻ പാപിയാണെന്നും ഞാൻ ജീവനാണെന്നും പറയുന്ന, വ്യവഹരിക്കുന്ന ആ ഭാവം, അത് ശരിക്കും പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പോൾ ഇത് നമ്മളെ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഈ അഹത്തെ, ഈ എന്നെ, ഈ ഞാൻ എന്ന് പറയുന്നതിനെ തിരിച്ചറിയണമെന്നുള്ളതാണ്. ഇപ്പോൾ ഗുരു വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് ആർക്കും ഓതിയിടണം, ആർക്കും പറഞ്ഞു കൊടുക്കണം. ഞാൻ അന്ധകാരമല്ല. ഇപ്പം ഞാൻ പാപിയാണ് എന്ന്, അല്ലെങ്കിൽ ഞാൻ ദുഃഖിയാണ് എന്ന്. ഇവിടെ നമ്മളുടെ മുംബൈയിൽ ഒരു സിദ്ധനായിട്ടുള്ള ഒരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി സാധാരണ ഒരു ജോലിയാണ്. പക്ഷേ അവരുടെ ഗ്രാമത്തിലെ ഒരു ഹിമാലയത്തിൽ നിന്ന് ഒരു മഹാത്മാവ് വന്നു. അപ്പോൾ മറ്റു പലരും പോയ കൂട്ടത്തിൽ ഇദ്ദേഹവും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ കഷ്ടിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ദൈനംദിന ജോലി ചെയ്ത് പൈസ കിട്ടി കുടുംബം പുലർത്താനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ മഹാത്മാവിനോട് പറഞ്ഞു, ഞാൻ വല്ലാത്ത ദുഃഖിതനാണ്. ഈ പ്രാരബ്ധങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല, നീ അതൊന്നുമല്ല, നീ അറിവാണ്, പരമ്പൊരുളാണ് എന്ന് പറഞ്ഞ് ഉപദേശിച്ച് വിട്ടു. പക്ഷേ ആ പറഞ്ഞത് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഇടയ്ക്ക് ഇദ്ദേഹം ഇങ്ങനെ വീണ്ടും ഈ വിചാരം വരും. ഇപ്പോൾ ഗുരു പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഗുരു പറഞ്ഞത് ഞാൻ സുഖസ്വരൂപനാണ്, അറിവാണ് എന്നാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിലൂടെ, അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഓരോന്നായിട്ട് മാറ്റിയതിലൂടെ അദ്ദേഹവും ഒരു സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഒരു സുദിനത്തിൽ, ഒരു നിമിഷത്തിൽ അദ്ദേഹവും ജ്ഞാനിയായിട്ട് മാറി. നമ്മൾ ഓരോരുത്തരും അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ, നമ്മളാരും അന്ധകാരത്തിൽ ജീവിക്കേണ്ടവരല്ല. പരുവിപ്പുറത്തെ ഗുരുവിൻ്റെ പ്രതിഷ്ഠ പോലും അങ്ങനെയാണ്. ഗുരു ഇവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠ നടത്തിയെങ്കിൽ അത് ഈ ഒരു അറിവിലേക്കുള്ള ഒരു ആദ്യത്തെ, അതിൻ്റെ ഒരു ആണിക്കല്ലെന്ന് നമുക്ക് പറയാം. കാരണം അന്ധകാരത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ നട്ടിൽ
പണയം വെച്ചുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഈ പണയം വെക്കൽ എന്തുകൊണ്ട് സംഭവിച്ചു? ഇന്നും ഈ മാനസികമായിട്ടുള്ള അടിമത്വം എന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മൾക്ക് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അഥവാ എൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ, അവിടെയാണ് അറിവ് ഇല്ലാതെ ഇരിക്കുന്നു എന്ന് പറയുന്നത്, അജ്ഞാനത്തിൽ പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത്. അവനവനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇവിടെ ഇരുട്ട്, അന്ധകാരമെന്ന് ഗുരു പറയുന്നത്. ആ അന്ധകാരം അല്ല നിൻ്റെ സ്വരൂപം, മറിച്ച് പ്രകാശമാണ്, അറിവാണ്. അപ്പോൾ ഗുരു ശിവപ്രതിഷ്ഠയിലൂടെ ലോകത്തിന് കൊടുത്തതും അത് തന്നെയാണ്. നീ ആരുടെയും അടിമയല്ല, നീ സർവതന്ത്ര സ്വതന്ത്രനാണ്. പക്ഷെ നിനക്ക് ആ ഒരു അറിവില്ലാതെ പോയി, നിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള, പക്ഷേ ഈ അറിവിനെ നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മുൻപ് സൂചിപ്പിച്ച പോലെയാണ് അന്തർലീനമായിരിക്കുന്ന പഴകിയ വാസന അതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. അവിടെ തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും രൂപത്തിൽ അതിശക്തമായിട്ട് അത് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്ധകാരമാണ് ഞാൻ, എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു നിർവാഹവുമില്ല, ഞാൻ ദുഃഖിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ പ്രാരബ്ധം എന്നൊക്കെ ഉള്ള അജ്ഞാനത്തിൽപ്പെട്ടുള്ള പുലമ്പൽ, അതിൻ്റെ കാരണം ഈ എന്നെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അവബോധമില്ലായ്മയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ്. അതുകൊണ്ട് ഗുരു പറയുന്നു, ഇത് എല്ലാവർക്കും ഇങ്ങനെ അറിവ് അതിനാൽ അഹം അന്ധകാരമല്ലെന്ന് ഉള്ള അറിവ് ഇങ്ങനെ ആർക്കും ഓതിരണം, അത് ആർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ന് ഗുരു ഇവിടെ സംശയത്തിന് ഇടവരാത്ത രീതിയിൽ പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്കും ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ ഉണർത്തി നിൽക്കാം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം.